ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ബേസിക് സയൻസിൻ്റെ പേപ്പറാണ് കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നിങ്ങൾക്ക് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മറ്റു വിഷയങ്ങളുടെ എല്ലാം ചോദ്യപേപ്പറുകൾ വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ഡിസ്പേഴ്സ് സീഡ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഒട്ടുമിക്ക ചെടികളും വിത്ത് വിതരണം നടത്തുന്നത്, അതായത് സീഡ് ഡിസ്പേഴ്സൽ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് ബൈ ബേർഡ്സ്, throwing away of seeds after eating mangoes etc. are some of the examples of seed dispersal. പക്ഷികൾ വഴിയുള്ള വിത്ത് വിതരണവും അതുപോലെ നമ്മൾ മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ മാങ്ങയണ്ടി വലിച്ചെറിയില്ലേ, അതുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള സീഡ് ഡിസ്പേഴ്സലിന് എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ എ. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. നമുക്ക് താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് താഴെ ഫില്ല് ചെയ്യാനുള്ള ടേബിൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഹിൻസിൽ രണ്ട് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട് ട്രീയും ലേഡീസ് ഫിംഗറും. പിന്നെ ഡിസ്പേഴ്സലിൻ്റെ 4 മെത്തേഡ്സ് തന്നിട്ടുണ്ട്. ത്രൂ വിൻഡ്, കാറ്റിലൂടെ; ത്രൂ ആനിമൽസ്, ജീവികൾ വഴി; ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ; ബൈ ബേഴ്സ്റ്റിംഗ്, പൊട്ടിത്തെറിയിലൂടെ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് അതുപോലെ മോഡ് ഓഫ് ഡിസ്പേഴ്സൽ എന്നുള്ള ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. 2 പ്ലാന്റാണുള്ളത്. ആദ്യം ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ ബൈ ആനിമൽസ് ആണ്. പിന്നെ ലേഡീസ് ഫിംഗറിൻ്റെ സീഡ് ഡിസ്പേഴ്സൽ ബൈ ബേഴ്സ്റ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ ബി. റൈറ്റ് ഡൗൺ ദ അഡാപ്റ്റേഷൻസ് ഫോർ ദ ഡിസ്പേഴ്സൽ ഓഫ് ദ ഗിവൺ സീഡ്സ്. നമുക്ക് താഴെ 2 സീഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിസ്പേഴ്സൽ മെത്തേഡിനുള്ള അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് പാപ്പൂസ് പ്ലാന്റ് ആണ്, അതായത് നമ്മുടെ അപ്പൂപ്പൻ താടിയുടെ സീഡ് ഡിസ്പേഴ്സൽ ബൈ വിൻഡാണ്, ത്രൂ വിൻഡാണ്. അതിനുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഭാരം തീരെ കുറവാണ്. രണ്ടാമത്തേത് ആരോ ഗ്രാസ് ആണ്, അതായത് നമ്മുടെ അസ്ത്രപ്പുല്ല്. അതിൻ്റെ ഡിസ്പേഴ്സൽ ത്രൂ വിൻഡും ഉണ്ട്, അതുപോലെ ത്രൂ ആനിമൽസും ഉണ്ട്. സോ രണ്ടിൻ്റെയും ഇതിനുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കി നേച്ചറാണ്, അതിന് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ സി. വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഡിസ്പേഴ്സ് സീഡ് ത്രൂ വാട്ടർ. നമുക്ക് താഴെ 4 പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, അതിലേത് പ്ലാന്റാണ് വാട്ടർ വഴി സീഡ് ഡിസ്പേഴ്സൽ നടത്തുന്നത്? ഒന്നാമത്തേത് സ്ക്രൂ പൈനാണ്, അതായത് ആറ്റുകൈത. രണ്ടാമത്തേത് ഫിഗ് ആണ്. മൂന്നാമത്തേത് മാംഗോ ട്രീ ആണ്. നാലാമത്തേത് കോക്കനട്ട് ട്രീ ആണ്. അപ്പോൾ ഇതിൽ സീഡ് ഡിസ്പേഴ്സൽ ത്രൂ വാട്ടർ നടക്കുന്നത് സ്ക്രൂ പൈനിനാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. Following are some informations about a survey conducted by the students as part of a program named A Basket Full of Vegetables, ഓർഗനൈസ്ഡ് ബൈ ദ സയൻസ് ക്ലബ്ബ്. അപ്പോൾ സ്കൂളിലെ സയൻസ് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾസ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ, കുറച്ച് സ്റ്റുഡൻസ് കുറച്ച് പ്ലാന്റ്സ് നടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അവർ കൃഷി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു അനലൈസിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ നോക്കിക്കേ. ആദ്യത്തെ കോളത്തിലുള്ളത് തിങ്സ് ഡൺ ബൈ ചൈൽഡ് ഫാമേഴ്സ്, അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ചൈൽഡ് ഫാമർ 1 തൊട്ട് 5 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ക്വാളിറ്റി സീഡ് ഹാസ് ബീൻ സെലക്റ്റഡ്, നല്ല ക്വാളിറ്റിയുള്ള സീഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്? ഫാർമർ 1ഉം ചൈൽഡ് ഫാമർ 3ഉം 4ഉം സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിപ്പേഴ്സ് വെൽ ഡ്രെയിൻഡ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ, നനവില്ലാത്തതും വളക്കൂറുള്ളതുമായ മണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ചൈൽഡ് ഫാർമർ 3 മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തേതും സീഡ്സ് ആർ പ്ലാന്റഡ് അറ്റ് എ ഡിസ്റ്റൻസ്, ചെടികൾ അകലം പാലിച്ച് നട്ടിട്ടുണ്ട്. അത് ചൈൽഡ് ഫാർമർ 1ഉം 3ഉം 5ഉം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർ വാട്ടറിങ്, ആവശ്യത്തിന് നനയ്ക്കുന്നുണ്ട്, അതും 1ഉം 3ഉം 5ഉം ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രോപ്പർ മാനുവറിങ്, നല്ലതുപോലെ വളപ്രയോഗം നടത്തുന്നത് ചൈൽഡ് ഫാർമർ 3ഉം 4ഉം ആണ്. പിന്നെ കൺട്രോളിങ് ഓഫ് പെസ്റ്റ് ആൻഡ് വീഡ്സ്, കീടകള നിയന്ത്രണം, അത് ചെയ്യുന്നത് ചൈൽഡ് ഫാർമർ 3ഉം 5ഉം ആണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കേ. ക്വസ്റ്റ്യൻ എ. വിച്ച് എമംഗ് ദീസ് ചൈൽഡ് ഫാമേഴ്സ് ഹാസ് ഡൺ വെജിറ്റബിൾ ഫാമിംഗ് ഇൻ ദ ബെസ്റ്റ് മാനർ. ഇതിലുള്ള ഏത് കർഷകനാണ് വെജിറ്റബിൾ ഫാമിംഗ്, നല്ല രീതിയിലുള്ള വെജിറ്റബിൾ ഫാമിംഗ് ചെയ്തിട്ടുള്ളത്? ആരാണ്? ചൈൽഡ് ഫാമർ 3 ആണ്. കാരണം എന്താ, കണ്ടോ, എല്ലാ രീതിയിലും കൃഷിക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും പാലിച്ചിട്ടുണ്ട്, എല്ലാ കോളങ്ങളും ടിക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ക്വസ്റ്റ്യൻ ബി.
വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഫാമർ ഹു കൾട്ടിവേറ്റ്സ് വെജിറ്റബിൾ സയൻറ്റിഫിക്കലി? സയൻറ്റിഫിക്കലായിട്ട് വെജിറ്റബിൾ കൾട്ടിവേഷൻ നടത്തുന്ന ഒരു കർഷകനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, നല്ല ഉൽപ്പാദനക്ഷമത ഉണ്ടായിരിക്കും. എക്കണോമിക് ഓപ്പർച്യൂണിറ്റി, സാമ്പത്തിക അവസരങ്ങൾ ലഭിക്കും. ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ്, പോഷക ഗുണങ്ങളുടെ ബെനിഫിറ്റ്സും ലഭിക്കും. ക്വസ്റ്റ്യൻ സി, വാട്ട് ആർ ദ സജഷൻസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ടു ദ ചൈൽഡ് ഫാമേഴ്സ് ഹു ഡിഡ് നോട്ട് ഗെറ്റ് ബെറ്റർ ഈൽഡ്? നല്ല വിളവ് ലഭിക്കാത്ത ഈ ചൈൽഡ് ഫാമേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? സെലക്ട് ക്വാളിറ്റി സീഡ്സ്, നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ സെലക്ട് ചെയ്യണം. പ്രിപ്പയർ ഫെർട്ടൈൽ ആൻഡ് വെൽ ഡ്രെയിൻഡ് സോയിൽ, നല്ല വളക്കൂറുള്ളതും അതുപോലെ നനവ് കുറഞ്ഞതുമായിട്ടുള്ള മണ്ണൊരുക്കണം. പ്ലാന്റ് അറ്റ് പ്രോപ്പർ ഡിസ്റ്റൻസ്, കുറച്ച് അകലം പാലിച്ച് തൈകൾ നടണം. അതുപോലെ വാട്ടർ ആസ് നീഡഡ്, ആവശ്യത്തിന് വെള്ളം നനച്ചു കൊടുക്കണം. അപ്ലൈ പ്രോപ്പർ ഫെർട്ടിലൈസേഷൻ, ആവശ്യമുള്ള വളപ്രയോഗം നടത്തണം. കൺട്രോൾ പെസ്റ്റ്, കീടനിയന്ത്രണം നടപ്പിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ബെറ്റർ ആക്കിയിട്ട് വിളവ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ. നമുക്ക് താഴെ സീഡിൽ നിന്ന് പ്ലാന്റ് ഉണ്ടാവുന്ന അതിൻ്റെ വളർച്ചാഘട്ടങ്ങളുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, വിച്ച് പോർഷൻ കംസ് ഔട്ട് ഫസ്റ്റ് ഇൻ എ സ്പ്രൗട്ടിംഗ് സീഡ്? ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്ന പ്ലാന്റിൻ്റെ പാർട്ട് ഏതാണ്? റൂട്ടാണ് അല്ലേ? ക്വസ്റ്റ്യൻ ബി, കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ജെർമിനേഷൻ ഓഫ് സീഡ്. നമുക്ക് താഴെ സീഡിൻ്റെ ജെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ പാർട്സ് ഓഫ് സീഡും പിന്നെ ഡ്യൂറിങ് ദ ജെർമിനേഷൻ ആ സീഡിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് തന്നിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം റാഡിക്കിൾ എന്താവുന്നു? എംബ്രിയോണിക് റൂട്ട് ഓഫ് ദ പ്ലാന്റ് അല്ലേ? പ്ലാന്റിൻ്റെ ആദ്യത്തുള്ള റൂട്ടായി മാറുന്നു. പിന്നെ അടുത്തതായിട്ട് ഗിവ്സ് ഫുഡ് ഫോർ ദ സ്പ്രൗട്ടിംഗ് സീഡ്. മുളയ്ക്കുന്ന സീഡിന് വിത്തിന് ഫുഡ് കൊടുക്കുന്നത് എന്താണ്? എൻഡോസ്പേം ആണ് അല്ലേ? പിന്നെ അടുത്തത് കോട്ടിലിഡൻസ് ആണ്. കോട്ടിലിഡൻസ് ആർ ദ പ്രൈമറി ലീവ്സ് ഓഫ് ദ പ്ലാന്റ് ആർ ഫോംഡ്. ലീവ്സ്, പ്ലാന്റിൻ്റെ പ്രൈമറി ലീവ്സ്, ആദ്യമുള്ള ചെറിയ ഇലകളായിട്ട് കോട്ടിലിഡൻസ് മാറുന്നു. അടുത്ത ചോദ്യം, എക്സാമിൻ ദ പിക്ചേഴ്സ്. താഴെ നമുക്ക് ഡ്രം സ്റ്റിക്കിൻ്റെ സീഡും അതുപോലെ കാലോട്രോപ്പിസിൻ്റെ സീഡും തന്നിട്ടുണ്ട് കേട്ടോ. അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഈ രണ്ട് സീഡിനുമുള്ള സീഡ് ഡിസ്പേഴ്സലിന് വേണ്ട അഡാപ്റ്റേഷൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ എയിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡ്രം സ്റ്റിക്കിൻ്റെ സീഡിന് വേണ്ട അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈറ്റ് വെയ്റ്റ് ആണ്, അതായത് ഭാരം കുറവാണ്. ഹാവ് എ വിങ് ലൈക്ക് സ്ട്രക്ചർ, അതിന് പാറിപ്പോകുന്നതിനാവശ്യമായിട്ട് ചിറക് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് കാലോട്രോപ്പിസിൻ്റെ സീഡിന് ലൈറ്റ് വെയ്റ്റ് ആണ്, അതും ഭാരം കുറവാണ്. പിന്നെ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അതായത് നല്ല മുടി പോലെയുള്ള ചെറിയ സ്ട്രക്ചേഴ്സാണ്. അതും വിൻഡിൽ പാറിപ്പോവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ മോഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ ദീസ് പ്ലാന്റ്സ്. ഈ രണ്ട് ചെടികളിലുള്ള സീഡ് ഡിസ്പേഴ്സലിൻ്റെ മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ത്രൂ വിൻഡാണ്, കാറ്റിലൂടെയാണ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ക്വസ്റ്റ്യൻ സി, റൈറ്റ് എനി ടു അതർ മോഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ. ബൈ വിൻഡ് അല്ലാതെ, അതായത് കാറ്റിലൂടെ അല്ലാതെ ഉള്ള വേറെ ഏതെങ്കിലും രണ്ട് സീഡ് ഡിസ്പേഴ്സലിന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. ത്രൂ വാട്ടർ എഴുതാം, ത്രൂ ആനിമൽസ് എഴുതാം, ബൈ ബേസ്റ്റിംഗ് എഴുതാം. ഇതെല്ലാം നിങ്ങൾക്ക് സീഡ് ഡിസ്പേഴ്സലിൻ്റെ മെത്തേഡ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലഡ് ആൻഡ് സർവൈവൽ ആർ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ചസ് വി ഫേസ് നൗ ഡേയ്സ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫ്ലഡ് അല്ലേ? വെള്ളപ്പൊക്കം. The natural calamities due to rain are flood and landslide, drowning, sea turbulence, etc. അപ്പോൾ നമ്മളുടെ പ്രളയം, അതുപോലെ മണ്ണിടിച്ചിൽ, പിന്നെ ഡ്രോണിങ് എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ്, മുങ്ങിമരണം, സീ ടർബുലൻസ് ഒക്കെ സുനാമി ഒക്കെ നാച്ചുറൽ കലാമിറ്റീസ് ആണ്, അതായത് പ്രകൃതി ദുരന്തങ്ങളാണ് അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താ? സം നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ദെയർ പ്രിവെൻറ്റീവ് കൺട്രോൾ മെഷേഴ്സ് ആർ ഗിവൺ ബിലോ. ആഡ് സം അതർ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ. നമുക്കിവിടെ രണ്ട് കലാമിറ്റീസും അതുപോലെ അതിനുള്ള ഓരോ പ്രിവെൻഷൻ മെത്തേഡും തന്നിട്ടുണ്ട്. ഒരു പ്രിവെൻഷൻ മെത്തേഡ് കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കത്തിന് വേണ്ട പ്രിവെൻഷൻ മെത്തേഡ് ഡോണ്ട് ഹിൻഡർ ദ ഫ്ലോ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുത്. മെയിൻറ്റെയിൻ ഡ്രെയിനേജ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, അത് നമുക്ക് എഴുതാം. പിന്നെ അടുത്തത് ഡ്രോണിങ് എന്ന് വെച്ചാൽ മുങ്ങി മരിക്കൽ. അതിനുള്ള പ്രിവെൻഷൻ മെത്തേഡ് ഗിവ് വാർണിംഗ് അലേർട്ട്സ് പീരിയോഡിക്കലി. വാർണിംഗ് അലേർട്ട്സ് ഒക്കെ കൊടുക്കുക, അതായത് ജാഗ്രത നിർദ്ദേശങ്ങൾ കൊടുക്കുക. യൂസ് ലൈഫ് ജാക്കറ്റ്സ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗിവൺ ഡയഗ്രാം ഷോസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഇൻ ബ്രയോഫിലം ആൻഡ് പൊട്ടാറ്റോ. ബ്രയോഫിലം പ്ലാന്റിലും അതുപോലെ പൊട്ടാറ്റോയിലും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്ന പിക്ചറൈസേഷനാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്.
Question A. From which part does new plants from in Bryophyllum and potato? ബ്രയോഫില്ലത്തിലും പൊട്ടാറ്റോയിലും പുതിയ പ്ലാന്റ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൽ ഏത് പ്ലാന്റിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ബ്രയോഫില്ലം ലീഫിൽ നിന്നാണ്, പൊട്ടാറ്റോ ഫ്രൂട്ടിൽ നിന്നാണ്. Question B. Find out the plant that produces saplings from its stems and seeds. സ്റ്റെമ്മിൽ നിന്നും, അതായത് തണ്ടിൽ നിന്നും, സീഡ്സിൽ നിന്നും, വിത്തിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 1 മാംഗോ ട്രീ, 2 ജാസ്മിൻ, 3 ഡ്രംസ്റ്റിക്ക്, 4 റോസ് പ്ലാന്റ്. അപ്പോൾ മാംഗോ ട്രീ ഉണ്ടാക്കുന്നത് സീഡിൽ നിന്നാണ്, ജാസ്മിൻ ഉണ്ടാവുന്നത് റൂട്ടിൽ നിന്നാണ്, ഡ്രംസ്റ്റിക്ക് ഉണ്ടാവുന്നത് സ്റ്റെമ്മിൽ നിന്നും സീഡിൽ നിന്നുമാണ്, റോസ് പ്ലാന്റ് ഉണ്ടാവുന്നത് സ്റ്റെമ്മിൽ നിന്നാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഡ്രംസ്റ്റിക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? സൺ ആണ് അല്ലേ? ദ സിലീഷ്യൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ബൈ ദംസെൽസ് വൈൽ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ആർ കോൾഡ് പ്ലാനറ്റ്സ്. സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന സിലീഷ്യൽ ബോഡീസ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്ലാനറ്റ്സ് എന്നാണ്. ക്വസ്റ്റ്യൻ എ. വിച്ച് ഈസ് ദ ഫാർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. Question B. Draw the diagram of the solar system. Mark the position of the planets based on the characteristics given below and write their names. താഴെ നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട് ചില പ്ലാനറ്റിൻ്റെ. ആ പ്ലാനറ്റിനെ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ? നമ്മൾ സോളാർ സിസ്റ്റം വരച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു സോളാർ സിസ്റ്റം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ജൂപ്പിറ്റർ ആണ് ഏറ്റവും വലിയ പ്ലാനറ്റ് കേട്ടോ സോളാർ സിസ്റ്റത്തിലുള്ളത്. സോ ജൂപ്പിറ്റർ ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്ലാനറ്റ് നിയറസ്റ്റ് ടു സൺ. സണ്ണിനോട് അടുത്ത് കാണുന്ന പ്ലാനറ്റ് ഏതാണ്? മെർക്കുറി ആണ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ്. തേർഡ്, ദ പ്ലാനറ്റ് വിച്ച് ഹാസ് ദ സാറ്റലൈറ്റ് മൂൺ. സാറ്റലൈറ്റ് മൂണായിട്ടുള്ള പ്ലാനറ്റ് ഏതാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? എർത്ത് ആണ് അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും ബ്രൈറ്റായ തിളക്കമുള്ള പ്ലാനറ്റ് ഏതാണ്? വീനസ് ആണ് ആൻസർ. സോ ഇത് 4 എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളതെന്ന്. അപ്പോൾ ആ പോർഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. ഇന്ന് ചെയ്ത ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്